ഹലോ എവ്രി വൺ. കൂർ സെൻറ്റർ ഓഫ് റിഗ്രസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാഴ്ചപ്പാട് മാർക്സിസം എന്ന് പറയുന്നതായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ലോകമെമ്പാടും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഇൻഫ്ലുവൻസേഴ്സിനെ സൃഷ്ടിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ടൊരു കാഴ്ചപ്പാടാണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ മാർക്സിസം എന്താണ് എന്നും അതെങ്ങനെയാണ് ജോഗ്രഫിക്കകത്ത് പ്രവർത്തിച്ചത് എന്നും ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ മാർക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19-ാം നൂറ്റാണ്ടിൽ രൂപീകൃതമായിട്ടുള്ളതായ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള തിയറിയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു തിയറി ക്ലാസ് സ്ട്രഗിളിനെയും അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ടേമിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മാർക്സിസം. ഈ മുതലാളിത്ത വ്യവസ്ഥിതി തൊഴിലാളി വർഗങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നും ഈ ചൂഷണമാണ് ഒരു സൊസൈറ്റിയെ രൂപീകൃതമാക്കുന്നത് എന്നും സൊസൈറ്റിയുടെ നിലവാരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നത് എന്നും പറയുന്നതായിട്ടുള്ള ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാർക്സിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇതിനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാർക്സിസം seeks to understand and transform society by examining the relationship between the ruling class and the working class എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂളിംഗ് ക്ലാസ്സിനെയാണ് നമ്മൾ ബൂർഷ്വാസീസ് എന്ന് വിളിക്കുന്നത്, വർക്കിംഗ് ക്ലാസ്സിനെയാണ് പ്രൊലട്രൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബൂർഷ്വാസി എന്ന് പറയുന്നത് ഒപ്രസറാണ്, പ്രൊലട്രൈറ്റ് എന്ന് പറയുന്നത് ഒപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളാണ്. അപ്പം ബൂർഷ്വാസി എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത വിഭാഗമാണ്. അവർ എക്കോണമിയുടെ ഏകദേശം എക്കണോമിക് സിറ്റുവേഷനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സാധനങ്ങളും കയ്യിൽ വെക്കുകയും അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള തൊഴിലാളി വർഗങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു തിയറിയാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്ലാസ്സിനെ അവർ വിളിച്ചത് പ്രൊലട്രൈറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ദെൻ ഈ മുതലാളിത്ത വർഗത്തെ ബൂർഷ്വാസീസ് എന്നും വിളിക്കുന്നു. ഈ ബൂർഷ്വാസീസും പ്രൊലട്രൈറ്റും തമ്മിലുള്ള സമരങ്ങളാണ് പുതിയ റവല്യൂഷന്, ഒരു ചേഞ്ചസിന് കാരണമാകുന്നത് എന്നുള്ളൊരു അടിസ്ഥാനമാണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൊസൈറ്റിയെ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഒന്ന് ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും അല്ലെങ്കിൽ ബൂർഷ്വാസീസും പ്രൊലട്രൈറ്റും എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പോൾ ഈ ബൂർഷ്വാസീസ് ആണ് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ലാൻഡ്, ഫാക്ടറീസ്, മെഷീൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന വിഭാഗം ഈ ഒരു ബൂർഷ്വാസീസ് ആണ്. അപ്പോൾ ഈ ബൂർഷ്വാസീസ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും പുവർ ആയിട്ടുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പം അവരുടെ പ്രോഫിറ്റ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ബൂർഷ്വാസി വിഭാഗങ്ങൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുന്നത് പുവർ ആയിട്ടുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവരെ കുറേ സമയത്തേക്ക് സമയവും അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും നൽകാതെ അവരെ നിരന്തരമായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിച്ച് ആയിട്ടുള്ള വിഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിച്ചായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മാർക്സിസത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബൂർഷ്വാസീസ് പ്രൊലട്രൈറ്റ്സിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ പ്രൊലട്രൈറ്റ്സ് അതിനെ ഒപ്പോസ് ചെയ്യുമെന്നും ഈ ഒപ്പോസിഷനാണ് പിന്നീട് ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ അടിസ്ഥാനം എന്നും പറയുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബൂർഷ്വാസീസും പ്രൊലട്രൈറ്റ്സും. ബൂർഷ്വാസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഈ സ്പേസിനെയും റിസോഴ്സസിനെയും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ പ്രൊലട്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഈ ബൂർഷ്വാസീസിൻ്റെ സ്പേസിലും റിസോഴ്സസിലുമുള്ള കൺട്രോൾ കാരണം പ്രൊലട്രൈറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് റിസോഴ്സസും സ്പേസിലും ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രം കിട്ടുകയും ഇത് ഒരു സ്പേഷ്യൽ ഇനീക്വാലിറ്റിയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്പേഷ്യൽ ഇനീക്വാലിറ്റിയും ഇവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷനും പിന്നീട് സമരങ്ങളായിട്ട് മാറുകയും ഈ സമരങ്ങൾ
ഫൈനലി ഒരു റെവല്യൂഷനിലേക്ക് വഴിതിരിക്കപ്പെടുകയും പിന്നീട് ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഡിവിഷൻസും ഇല്ലാത്തതായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഇവിടെ ക്ലാസ്ലെസ് സൊസൈറ്റി എന്തുകൊണ്ട് അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഒന്ന് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂർഷ്വാസീസും പ്രൊലട്രൈറ്റ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് ക്ലാസ് സ്ട്രഗിൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡും ഫാക്ടറീസും ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഈ പ്രൊലട്രൈറ്റ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള ആയുധമായിട്ട് ബൂർഷ്വാസീസ് പ്രയോഗിക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം, ഓക്കെ, അപ്പം വർക്കേഴ്സിൻ്റെ ഈ പ്രൊലട്രൈറ്റ്സിൻ്റെ ഒരുപാട് സമയം ഇവർ കൺസ്യൂം ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ പ്രൊലട്രൈറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റിയെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ പിഴിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബൂർഷ്വാസീസ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും ഇപ്പം ഒരു 5 hours വർക്ക് ചെയ്യാൻ ഒരു വ്യക്തിക്ക് ഹെൽത്ത് ഉള്ളൂ എന്ന് വിചാരിക്കുക. ബൂർഷ്വാസീസ് അവരെ കൊണ്ട് 8 hours വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പം 5 hours പുറമേ ഇവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് അവിടെ മുതലാളിയുടെ ലാഭമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ദിവസം 5 hours വർക്ക് ചെയ്താൽ മതി, മുതലാളിക്ക് ലാഭം കിട്ടും. എന്നിട്ടും ആ തൊഴിലാളിയെ 8 മണിക്കൂറോ 9 മണിക്കൂറോ ഒക്കെ അവർ പണിയെടുപ്പിക്കുന്നു. അപ്പോൾ ഈ 5 മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കുന്ന ആ തൊഴിലാളിയുടെ അധ്വാനമാണ് മുതലാളിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബൂർഷ്വാസീസ് പ്രൊലട്രൈറ്റ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ ആ എക്സ്ട്രാ പ്രോഫിറ്റ് ക്യാപിറ്റലിസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഷെയറോ മറ്റ് കാര്യങ്ങളോ ഈ പ്രൊലട്രൈറ്റ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സർപ്ലസ് വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ബൂർഷ്വാസീസിനെ വീണ്ടും വീണ്ടും റിച്ച് ആക്കുന്നത് എന്നും പ്രൊലട്രൈറ്റ്സിനെ ചൂഷണം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റുന്നത് എന്നുള്ളതുമാണ്. ദെൻ ഇതിനകത്ത് ഡയലക്റ്റൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഡയലക്റ്റൽ മെറ്റീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വർക്കേഴ്സും ക്യാപിറ്റലിസ്റ്റും തമ്മിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക. ഈ സ്ട്രഗിള് പിന്നീട് ഒരു ലേബർ ലോസിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ലേബേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നു, തുടങ്ങിയ സോഷ്യൽ ചേഞ്ചുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പം സോഷ്യൽ ചേഞ്ചസ് ഒക്യൂസ് ത്രൂ മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഡയലക്റ്റൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ട്രഗിള് നടന്നാൽ മാത്രമേ അവിടെ ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാവൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഡയലക്റ്റൽ മെറ്റീരിയലിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ വർക്കേഴ്സും ക്യാപിറ്റലിസ്റ്റും തമ്മിലുള്ള ഒരു സ്ട്രഗിള് നടക്കുന്നു. ആ സ്ട്രഗിളിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു, പുതിയ ലേബർ ലോസോ അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്ത പല മാറ്റങ്ങളും ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഡയലക്റ്റൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട്. എക്കണോമിക് ബേസ് ഷേപ്പ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മാർക്സിസം എന്ന് പറയുന്നത് വളരെ വലിയൊരു തിയറിയാണ്. ആ ഒരു തിയറിയെ എത്രയും ചുരുക്കത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ അത്രയും ചുരുക്കത്തിലാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളൊരു ധാരണയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ദെൻ അടുത്തത് മാർക്സിസം എങ്ങനെയാണ് ജോഗ്രഫിക്കകത്ത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മാർക്സിസം ഇൻ ജോഗ്രഫി എക്സ്പ്ലെയിൻസ് സ്പേഷ്യൽ പാറ്റേൺസ് ആസ് എ ഔട്ട്കംസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം ആൻഡ് ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളതാണ്. അപ്പം ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെയും ക്ലാസ് സ്ട്രഗിൾ ഇൻ ദ സെൻസ് വർക്കേഴ്സും ക്യാപിറ്റലിസ്റ്റും തമ്മിലുള്ള ആ ഒരു സ്ട്രഗിളിനെയാണ് ക്ലാസ് സ്ട്രഗിൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് സ്ട്രഗിളാണ് യഥാർത്ഥത്തിൽ സ്പേഷ്യൽ പാറ്റേൺസിനെ രൂപീകരിക്കുന്നത് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാർക്സിസം ജോഗ്രഫിക്കകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്പേഷ്യൽ പാറ്റേൺസിനെ ഇത്തരത്തിലുള്ള ക്ലാസ് സ്ട്രഗിളുകളും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റുകളും സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണിത്. ഓക്കെ, അപ്പം മാർക്സിസം ജോഗ്രഫിക്കകത്ത് പ്രധാനമായിട്ടും പറയുന്നതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്. പ്ലേസസ് എന്ന് പറയുന്നത് ഒരിക്കലും ന്യൂട്രൽ അല്ല, അത് എക്കണോമിക് പവറാണ് അതിനെ ഷേപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നു.
റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പ്, ദാറ്റ് മീൻ ബൂർഷ്വാസീസ് ആണ് ലാൻഡിനെയും റിസോഴ്സസിനെയും സിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു അഭിപ്രായം അവർക്കുണ്ട്. ദെൻ അതുപോലെ തന്നെ അപ്പോൾ ഇത്തരത്തിൽ ലാൻഡും റിസോഴ്സസും ഒക്കെ ബൂർഷ്വാസീസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊളട്രേറ്റ് ഒരു മാർജിനൽ ഏരിയയിലേക്ക്, അതായത് അധികം അവരുടെ ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് ഫില്ല് ചെയ്യാത്ത ഒരു മാർജിനലായിട്ടുള്ള ഏരിയയിലേക്ക് പുഷ് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്പേഷ്യൽ ഇനീക്വാലിറ്റി നിലനിൽക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഏറ്റവും റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഏരിയാസൊക്കെ റിച്ച് ആയിട്ടുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യുകയും റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് പുവർ ആയിട്ടുള്ള ആളുകൾ പുഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെയും ക്ലാസ് സ്ട്രഗിളിൻ്റെയും അനന്തരഫലമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് മാർക്സിസത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം മാർക്സിസം ഡീൽ ചെയ്യുന്ന, ജോഗ്രഫിക്കകത്ത് ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ഒന്ന് അൺഇവൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പം അൺഇവൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കോർ പെരിഫറി പോലെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മേഖലയിൽ മാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ആ ഡെവലപ്മെൻറ്റ് അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അൺഈവൻ ഡെവലപ്മെൻറ്റ് കാരണം ഒരു ബൂർഷ്വാസിക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ലക്ഷ്യം. അപ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കിട്ടുന്ന പ്രദേശങ്ങൾ മാത്രം, ലൊക്കേഷൻസ് മാത്രം, ഓക്കെ, ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ്റെ തിയറിയിൽ നമ്മളത് പഠിക്കും. അതായത് ഓരോ ഇൻഡസ്ട്രിയും സ്ഥാപിക്കപ്പെടുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് ലക്ഷ്യം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ വേറെ ഇതൊന്നുമില്ല, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമായിരിക്കും ഈ ബൂർഷ്വാസീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അവർ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയും മറ്റു പ്രദേശങ്ങളിൽ അൺഈവൻ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഫേസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ അർബൻ സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർബൻ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സിമിലർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അർബൻ സെഗ്രിഗേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മാർക്സിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ജോഗ്രഫിക്കകത്ത് ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റികളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച പല കോൺസെപ്റ്റുകളും ജോഗ്രഫിയെ ഒരു നോളേജ് എങ്ങനെയാണ് പെർസീവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ, വാലിഡിറ്റി, അതിൻ്റെ ട്രൂത്ത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഇനീക്വാലിറ്റിയെക്കുറിച്ചും സമൂഹത്തിലുള്ള ഒരു അസഹിഷ്ണുതയെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ധാരണയുള്ളതായ ഒരു ചിന്താധാരയായിട്ടാണ് മാർക്സിസം ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അർബൻ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിമിലർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്നതിനെയാണ് അർബൻ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചും മാർക്സിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്താണ് ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് നന്നായിട്ട് വെൽത്ത് വന്നു കഴിയുമ്പം ആളുകൾ ഈ അർബൺ ഏരിയയിൽ നിന്നും, അതായത് പൊല്യൂഷൻ, ആദ്യം ഒരു ബൂർഷ്വാസി അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവിടെ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള എക്കണോമിക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മേഖലകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതോടുകൂടി ആ പ്രദേശം ജീവിക്കാൻ അനുയോജ്യമല്ലാത്തതായ ഒരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ ഈ വെൽത്തിയർ ആയിട്ടുള്ള പീപ്പിൾസ് അർബൻ ഏരിയയിൽ നിന്നും ഈ പൂവേഴ്സൊക്കെ താമസിക്കുന്ന അത്ര അർബണൈസ്ഡ് അല്ലാത്തതായ വളരെയധികം ക്ലീൻ ആയിട്ടുള്ള വാട്ടറും അതുപോലെ തന്നെ വായുവും ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു റൂറൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മൂവ് ചെയ്യുന്നത് അവിടുത്തെ പ്രോപ്പർട്ടി വാല്യൂസ് ഹൈ ചെയ്യുന്നതിനും അവിടുത്തെ ഒറിജിനൽ റെസിഡൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനും കാരണമാവാറുണ്ട്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ജെൻട്രിഫിക്കേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് മീൻ വെൽത്തിയർ പീപ്പിൾ മൂവിങ് ടു എ പുവർ അർബൺ ഏരിയാസ് ലീഡിങ് ടു റൈസിങ് പ്രോപ്പർട്ടി വാല്യൂസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഒറിജിനൽ റെസിഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അർബൻ ജോഗ്രഫിക്കകത്ത് നമ്മൾ പഠിക്കും, അതായത് സിറ്റിയുടെ തൊട്ടടുത്ത് പുവർ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്നതായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ സോണുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ റെസിഡൻഷ്യൽ സോണുകളിലേക്ക് റിച്ച് ആയിട്ടുള്ള ആളുകൾ കടന്നു വരുന്നതോടുകൂടി അവിടുത്തെ പ്രോപ്പർട്ടി വാല്യൂ ഹൈ ആവുകയും അവിടെയുള്ള തൊഴിലാളി വർഗത്തിന് റെൻ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്നതോടുകൂടി അവിടുത്തെ ഒറിജിനൽ റെസിഡൻസ് ആ ഭാഗത്ത് നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു പോകും എന്ന് പറയുന്നതായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ജെൻട്രിഫിക്കേഷൻ
എന്ന് പറയുന്നത്. ദെൻ ഗ്ലോബൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും മാർക്സിസം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഉണ്ട്. ദെൻ അടുത്തത് ഇമ്പീരിയലിസം ആൻഡ് ഡിപ്പെൻഡൻസി. ഇമ്പീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു നേഷൻസ് വീക്ക് ആയിട്ടുള്ള നേഷൻസിനെ എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും ഒക്കെ ചൂഷണം ചെയ്യും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇമ്പീരിയലിസം. ഓക്കെ, അപ്പം മാർക്സിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റികളെ, സ്പേഷ്യൽ ഇനീക്വാലിറ്റികൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ജോഗ്രഫിയെ എങ്ങനെ പഠിക്കണം, അതിനെ എങ്ങനെ ശാസ്ത്രീയമാക്കണം എന്നുള്ളതിൽ ഉപരി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി നേരിടുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയും അവഗണനകളെയും ഫോക്കസ് ചെയ്യുന്നതിന് മാർക്സിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കീ തിങ്കേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം പ്രധാനമായിട്ടും കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്ന ഒരു തിയറിയുടെ ഫൗണ്ടേഴ്സായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഫിലോസഫിക്കകത്തും ജോഗ്രഫിക്കകത്തും കുറേ വ്യക്തികൾ ഈ ഒരു ഐഡിയയെ ഫോളോ ചെയ്തുകൊണ്ട് ധാരാളമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഡേവിഡ് ഹാർവേ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ദ സിറ്റി ആൻഡ് അതുപോലെ തന്നെ ദ ലിമിറ്റ്സ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ മാർക്സിസ്റ്റ് തിയറിയെ അർബൻ പ്രോസസ്സിനകത്തും അതുപോലെ തന്നെ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റൽ എങ്ങനെയാണ് ജോഗ്രഫിക്കൽ ഏരിയയിൽ മൂവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് സെറ്റപ്പിനകത്ത് നമ്മുടെ ഹോമും വർക്ക് പ്ലേസും വരുന്നതായിട്ടുള്ള ഒരു സെപ്പറേഷനെ കുറിച്ചും സെഗ്രഗേഷനെ കുറിച്ചും ഒക്കെ ഡേവിഡ് ഹാർവേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ 1973 പബ്ലിഷ് ചെയ്യപ്പെട്ട സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ദ സിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിലും 1982 പബ്ലിഷ് ചെയ്യപ്പെട്ട ലിമിറ്റ്സ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിലും കൃത്യമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് നെയിൽ സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം അൺഈവൻ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നെയിൽ സ്മിത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എൻറിച്ച് ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള റൈറ്റിങ്സും നെയിൽ സ്മിത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ദെൻ മാനുവൽ കാസ്റ്റൽസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദ അർബൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം 1977 അദ്ദേഹം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. അപ്പം അർബൻ പ്ലാനിങ്ങിനകത്ത് എങ്ങനെയാണ് മാർക്സിസ്റ്റ് ഐഡിയാസ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മാനുവൽ കാസ്റ്റൽസ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തത് ഹെൻറി ലെഫേബർ ആണ്. ഓക്കെ, ഹെൻറി ലെഫേബർ ആണ്. അദ്ദേഹം പ്രൊഡക്ഷൻ ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു പുസ്തകം 1974 പബ്ലിഷ് ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് ഒരു സ്പേസ് പ്രൊഡക്റ്റീവ് ആകുന്നത് എന്നും അതിനകത്ത് ആ സ്പേസിനെ പവർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ലെഫേബർ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ജോഗ്രഫിക്കകത്ത് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ ഇൻക്ലൂഡ് ചെയ്ത വ്യക്തികളൊക്കെ. അപ്പം മാർക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ തിയറിക്കകത്ത് പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൊസൈറ്റിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിച്ചും പുവറും. ഈ റിച്ചിനെയാണ് നമ്മൾ ബൂർഷ്വാസീസ് എന്ന് വിളിക്കുന്നത്, പുവറിനെയാണ് പ്രൊളട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റിച്ചും പുവറും തമ്മിലുള്ള ഒരു സ്ട്രഗിളാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ ചേഞ്ചസിനെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തിയറിയാണ് മാർക്സിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മാർക്സിസം എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാടിനെതിരെ വന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എക്കോണമിയെയും ക്ലാസിനെയും ഒക്കെ ഓവർ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയെയും അതുപോലെ തന്നെ ഈ ക്ലാസ് സ്ട്രഗിളിനെയും ഈ റിച്ച് പുവർ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെയും ഒക്കെ വളരെയധികം ഓവർ എംഫസൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ദെൻ അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു അതായത് മാർക്സിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ സൊസൈറ്റി എന്ന് പറയുന്നൊരു ടേം, സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ചോയ്സിനും ഹ്യൂമൻ ഏജൻസിക്കും കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ദെൻ ഓവർലി പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ആണ്. എല്ലാ കാര്യങ്ങളിലും ഉള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ദെൻ കൾച്ചർ, സോഷ്യൽ ഡൈവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഇവർ ഇഗ്നോർ ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. വീക്ക് ഇൻ എൻവയോൺമെൻറ്റൽ ഫിസിക്കൽ ആസ്പെക്ട് എന്ന് പറയപ്പെടുന്നു. ദെൻ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഇല്ല. ഓക്കെ, അപ്പം ഈ പ്രൊളട്രേറ്റും
ബൂർഷ്വാസീസും തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾ നടക്കുന്നു, അതൊരു സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും മാർക്സിസത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു ഡിഫറൻസ് ഈ സൊസൈറ്റിയിലുള്ള ഈ ക്ലാസ് സ്ട്രഗിളിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ, പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇതിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദെൻ ഇത് വെസ്റ്റേൺ സെൻട്രിക് ആണ് എന്നും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആവില്ല എന്നും പറയുന്ന ഒരു ക്രിറ്റിസിസവും ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്സിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആയിരുന്നില്ല ജോഗ്രഫിക്കകത്ത്. പക്ഷേ ജോഗ്രഫേഴ്സിനെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ള ആളുകളായിട്ട് മാറ്റിയത് മാർക്സിസമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഷിഫ്റ്റ് ദ ഫോക്കസ് ഫ്രം സർഫേസ് പാറ്റേൺ ടു അണ്ടർലൈങ് പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് space must be understood in relation to capital, class and social justice എന്നുള്ളതാണ്. In doing so, it redefines geography as a tool not only for understanding the world but for changing it എന്നുള്ളതാണ്. അപ്പം ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതിന് മുന്നേ വരെ വന്നിരുന്ന എല്ലാ കോൺസെപ്റ്റുകളും ജോഗ്രഫിയെ എങ്ങനെയാണ് ഒരു ശാസ്ത്രീയമായിട്ട് സബ്ജക്റ്റാക്കി മാറ്റേണ്ടത്, അതിലെ ഓരോ ഹ്യൂമൻ ബീങ്സിൻ്റെയും അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മാർക്സിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് സൊസൈറ്റിക്കകത്തുള്ള പ്രോബ്ലംസിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒരു ടൂള് മാത്രമായിട്ടല്ലാതെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ശാസ്ത്രമാക്കി മാറ്റുന്നതിൽ മാർക്സിസം വളരെ വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ ജോഗ്രഫേഴ്സിനെ പഠിപ്പിച്ച ഒരു ആശയധാര കൂടിയാണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു മാർക്സിസം എന്ന് പറയുന്ന ഒരു ചിന്താധാര. അതേപോലെ തന്നെ സ്പേസിനെയും പ്ലേസിനെയും ഒക്കെ ക്യാപിറ്റലും ക്ലാസും സോഷ്യൽ ജസ്റ്റിസിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു പവർ സ്ട്രക്ചർ അവിടെ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ഒരു സ്പേഷ്യൽ പാറ്റേൺസ് രൂപപ്പെടുത്തുന്നതിലുള്ള പവർ സ്ട്രക്ചേഴ്സിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാൻ മാർക്സിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.